ഇന്ന് ഫഹദ് ഫാസിലിന്റെ പടം കണ്ട ഞാൻ ഇവിടെ രോമാഞ്ചം അണ്ണ ആറാളാണ് മോഹൻലാലും മമ്മൂട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത ജനപ്രിയനല്ല നമ്മുടെ താരം എന്ന് പറഞ്ഞ ഫഹദ് ഫാസിലാണ്. ഹീറോ ഒരു രക്ഷയില്ല കേട്ടോ. അണ്ണ ആറാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാറാണ് പാടം. ഒരു രക്ഷയില്ല. ഹീറോ ഷമ്മി ഹീറോ അല്ല, രംഗാണ് ഹീറോ. എട്ടാം മോനെ രംഗണ ഹീറോ പടം കാണാ കൂടി. ഡാൻസ് തന്നെ ഒരു രക്ഷയില്ലാത്ത പടമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയണ്, നമ്മളെ കേരളക്കരയില സിനിമകൾ ഇപ്പൊ ഒട്ടുമിക്ക സിനിമകളെല്ലാം വിജയിച്ചോണ്ടിരിക്കുകയല്ലേ. അതെന്തുകൊണ്ടാണ്? നല്ല ഡയറക്ടർമാര്, നല്ല സ്റ്റോറികൾ. അതായത് ഫഹദ് ഫാസിലിനെ പോലെ ഒരു നടനെ നമുക്ക് മലയാളത്തിൽ കിട്ടൂ? എവിടെ കിട്ടാതിരിക്കണം? അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ രോമൊക്കെ എണീറ്റു ചേട്ടാ. മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫഹദ് ഫാസിലാണ്. അതായത് ഈ തമിഴ് സിനിമ, ഹിന്ദി സിനിമ എന്തുകൊണ്ടാണ് പൊട്ടുന്നത്? എന്ത് കാര്യം കൊണ്ടാണ് പൊട്ടുന്നത്? നല്ല തിരക്കഥയില്ല. അതാണ് ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ എല്ലാ പടങ്ങളും ഇപ്പൊ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വമ്പ ഹിറ്റാണ്. രംഗണ ഹീറോ പോയി കാണട. ആട്ടം തൂക്കി വിഷു തൂക്കിയിരിക്കുകയാണ്. ആട്ടം തൂക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ ആരാട്ടാണെന്ന് പ്രസംഗം പോലെയൊന്നുമല്ല. നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രംഗാണതാണ്. ചമ്മി എന്ന് പറയാനുണ്ട്. ഒരു രക്ഷയില്ലറിയാം. അങ്ങനെ ആറാടയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല പറയാനുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അയാൾ യാതൊരു റോളും ചെയ്യും കേട്ടാ. ഫഹദ് ഫാസിലെ യാതൊരു റോളും ചെയ്യും. പക്ഷെ അയാൾ ആർക്കും അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാറില്ല. പക്ഷെ പണം കണ്ട മുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം എന്ന് വെച്ചാൽ രോമാഞ്ചം. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പോരെയാണ്. ആട്ടം ഹീറോ പോയി കാണാൻ. ആട്ടം തൂക്കി വിഷു നമ്പർ 1.